നോക്കുക, നമ്മളിന്ന് പറയാൻ പോണത് ഒരു ഡയറിയാണ്. ഈ ഡയറി എഴുതിയിട്ടുള്ളത് മിർജ ഗലീബ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഒരു പ്രശസ്ത കവിയാണ്. ഇദ്ദേഹം ഇത് 1857 ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് അത്ര, 1857. അപ്പൊ 1857 അദ്ദേഹം എന്താണ് എഴുതി, അന്ന് ഡൽഹിയിലുണ്ടായിട്ടുള്ള ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ബ്രിട്ടീഷുകാരെ എല്ലാ ഇന്ത്യക്കാരെയും, അതായത് അവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരം ചെയ്ത ആൾക്കാരെ മുഴുവനും കൊല നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ കഥയല്ല, സോറി, ഒരു ഡയറി കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ജിസ് ഗലിമേം മേരേത്താഹും. ആ തെരുവിലായിരുന്നു, ആ ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ്, വഴി എന്നൊക്കെ അർത്ഥം. അതായത് ഞാൻ ജീവിച്ചിരുന്നത് ആ പ്രദേശത്തായിരുന്നു എന്നർത്ഥം കേട്ടാ. ഞാൻ ജീവിച്ചിരുന്നത് ആ പ്രദേശത്തായിരുന്നു. ജിസ് ഗലിമേം മേരേത്താഹും. ആ ഗലിയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോ നോക്കൂ, ഓക്കെ, ഞാൻ ഇപ്പൊ പറയണത് കേൾക്കണ്ട? ഓക്കെ, ഇപ്പൊ ഞാൻ പറയണത് കേൾക്കണ്ട? ഹലോ, ഓക്കെ ഓക്കെ കേട്ടോ. അതെ, നോക്കൂ, ഇതിലേക്ക് വരികയാണ് നമ്മൾ. ഹിന്ദിയിലുണ്ടായി ഇത് വേറെ ഏതോ ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. അനുവാദക് ഡോക്ടർ കൈലാഷ് നാരദ് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം ഇതിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. നോക്കാം. अंग्रेजों ने दिल्ली में आते ही सीधे सादे लोगों को मारना शुरू कर दिया. अंग्रेजों ने വെള്ളക്കാർ, ഇംഗ്ലീഷുകാർ ഡൽഹിയിലേക്ക് വന്നതിന് ശേഷം സീദേ സാദേ ലോകോംകോ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മാർന ശുരു കർദിയ, അവരെ കൊന്നൊടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഉനോനെ ഗരീബോം കെ ഗർബി ജലാദിയെ, അവർ ഗരീബോം കെ, പാവപ്പെട്ട ആളുകളുടെ, ഗർബി, അവരുടെ വീട് പോലും, ജലാദിയെ, അതുപോലും തീ കൊളുത്തുന്ന അവസ്ഥ ഉണ്ടായി. ഗോരോം കെ ഡർ സെ ദില്ലി വാലോമേം ബഗ്ദഡ് മച്ച് ഗൈ. അപ്പോ മരണഭീതി അല്ലെ, ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ കൊന്നൊടുക്കുക എന്ന് പറയുന്ന ആ മരണഭീതിയില് ദില്ലി വാലോമിനെ, ഡൽഹിയിലുണ്ടായിരുന്ന ആളുകള് ബഗ്ദഡ് മച്ച് ഗൈ, പല ആൾക്കാരും അവിടുന്ന് വീട് വിട്ടിട്ട് ഓടിപ്പോയി. അപ്പിനി അപ്പിനി ജാൻ ബചാക്കർ വേ ബാഗ് നിക്കലേ, അവരുടെ ജാൻ ബജാക്കർ, ജീവൻ രക്ഷിച്ചുകൊണ്ട്, അതായത് ജീവനും കൊണ്ട് ഓടുക എന്ന് പറയുന്നത്. ജാൻ ബജാക്കർ ബാഗിലെ, ജീവനും കൊണ്ട് അവര് ഓടിപ്പോയി എന്നാണ്. അപ്പോ ഇവര് പരക്കം പായാൻ തുടങ്ങി, ഒപ്പം ജീവൻ രക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. നോക്കൂ, ഇനി ജിസ് ഗലി में मैं रहता हूं उसमें सिर्फ 10-12 ഗർദെ. ഞാൻ താമസിച്ചിരുന്ന ഒരു ഗലി എന്ന് വെച്ചാൽ ഒരു തെരുവ്, ഒരു ചെറിയ പട്ടണം. അവിടെ സിർഫ്, ഏകദേശം, വെറും 10-12 ഗർദെ, 10-12 വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10-12 ഗർദെ. ഗലി में घुसने का सिर्फ एक ही रास्ता था. गली में घुसने का सिर्फ एक ही रास्ता था. ആ തെരുവിലേക്ക് വരാൻ, ഘുസ്നേക്ക, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ, സിർഫ്, വെറും
ഏക് ഹി രാസ്ത, ഒരേ ഒരു പാത, ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നു. വഹാം കോയി കുവാം നഹീദ, അവിടെ കിണറുണ്ടായിരുന്നില്ല. കുവാം അല്ലെ, കിണറ്. കുവാം നഹീദ, അവിടെ ഒരു കിണറ് ഉണ്ടായിരുന്നില്ല. കുവാം നഹീദ. നഹി കുവാ നഹീദ. ഇനി ജോ ലോഗ് ബാഗ് നഹി പായേ, जो लोग बाग नहीं पाए उन सब ने मिलकर गली का दरवाजा भीतर से बंद कर दिया. जो लोग, അങ്ങനെയുള്ള ആളുകൾ. എങ്ങനെയുള്ള ആളുകൾ? അങ്ങനെയുള്ള ആളുകൾ. ജോ ലോഗ്, അങ്ങനെയുള്ള ആളുകൾ. ഇനി എങ്ങനെയുള്ള ആളുകൾ? ബാഗ് നഹി പായേ, അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്ത ആളുകൾ. ബാഗ് നഹി പായേ, അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്ത ആളുകൾ. ഉൻ സബിനെ മിൽക്കർ, അവരെല്ലാവരും കൂടിയിട്ട്, സബിനെ മിൽക്കർ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, ഗലി കാ ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ. ഗലി കാ ദർവാസ, ഗലി കാ ദർവാസ, ആ വഴിയുടെ വാതിൽ, ഈ പറഞ്ഞ വാതിൽ, ഭീതർ സെ, ഭയം മൂലം അവരെന്ത് ചെയ്തു? ബന്ദ് കർ ദിയ, അവരത് അടച്ചു. ആ വാതിൽ അവര് കുട്ടിയടച്ചു. ഓർ വഹാം പത്തർ രഖ് ദിയേ, എന്നിട്ട് അവിടെ വലിയൊരു കല്ല് കൊണ്ടുവന്നു വെച്ചു. കണ്ടാ പടത്തിൽ കണ്ടില്ല? ഒരു കല്ല് കണ്ടില്ലേ? വലിയൊരു കല്ല് കാണാണ്ട? അങ്ങനെ വലിയൊരു കല്ല് അവർ കൊണ്ടുവന്നു വെച്ചു. പത്തർ സെ രഖ് ദിയേ. ഗരോമേം ഖാനെ പീനെ കാ ജിത്തനാ സാമാൻ ഥാ ധീരെ ധീരെ ഖതം ഹോനെ ജഗ. എന്താ പറയണത്? ഗരോമേം ഖാനെ പീനെ കാ ജിത്തനാ സാമാൻ ഥാ, ഓരോ വീട്ടിലും കഴിക്കാനും കുടിക്കാനും, അല്ലെ, കഴിക്കാനും കുടിക്കാനും, അതായത് ഭക്ഷണ സാധനങ്ങൾ, കാ ജിത്തനാ സാമാൻ ഥാ, എത്രയോ, അതായത് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ഖതം ഹോനെ ലഗ, അല്ലെ, നമ്മള് വീട്ടിലിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുക. ഇപ്പൊ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുമ്പോ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ എന്താ സംഭവിക്കുക? നമ്മൾ പുറത്തേക്ക് ഇറങ്ങണില്ല, സാധനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലേ? ഇല്ലേ? നമ്മളിതിങ്ങനെ കഴിക്കൽ മാത്രല്ലേ നമ്മുടെ പണി. മേടിച്ചു കൊണ്ടുവന്ന് വെക്കണ്ട. അതുപോലെ ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നു. പാനി കി ബെടി ദിഖത്ത് ദി, ഏറ്റവും പ്രശ്നമുള്ള സാധനമാണ് ഇപ്പൊ ഈ സാധനം. ഏതാ? പാനി. എന്തായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? പാനി, വെള്ളം. പാനി എന്ന് പറഞ്ഞ എന്താ? പാനി കി ബെടി ദിഖത്ത് ദി, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ലോഗ് ബെടി സാവധാനി സേ അഹിസ്ത അഹിസ്ത ഉസ് പാനി കോ പീ രഹേ ദേ. ലോഗ് ബെടി സാവധാനി സേ, ആൾക്കാര് വളരെ പതുക്കെ, സാവധാനി സേ, അഹിസ്ത അഹിസ്ത, ഉസ് പാനി കോ പീ രഹേ ദേ, അല്ലെ, വളരെ ശ്രദ്ധിച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യണത്? വെള്ളം കുടിക്കണത്. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ? എന്താ പറയുന്നു മിണ്ടാത്തത്? എന്തിനാ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ അവിടെ? ഇല്ല. അപ്പൊ നമ്മളാരും ശ്രദ്ധിക്കാറില്ല, അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെയല്ല പറയണത്. ഇവിടെ പറയുന്നത് ആളുകള് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടായി. ആളുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. വളരെ മെല്ലെ മെല്ലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ലേക്കിൻ ആഖിർകാർ വേ ഗഡേ ബി ഖാലി ഹോ ഗയേ. അവസാനം എന്താണ് സംഭവിച്ചത്? ലേക്കിൻ, പക്ഷേ, ആഖിർകാർ, അവസാനം, വേ ഘടേ ബി, ആ കുടവും എന്ത് സംഭവിച്ചു? ഖാലി ഹോ ഗയേ, ആ കുടവും ഖാലിയായി. ഐസേ മേം ഗലി മേ രഹനെ വാലെ 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. അപ്പോ ഐസേ മേം,
ഐസേ മേം, അതായത് അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇതാ ഇനി പറയാൻ പോണ പോലെ എങ്ങനെയാ മേം ഞാൻ, ഗലി മേം രഹനെ വാലെ ആ ഗലിയിൽ താമസിക്കുന്നവനായ ഞാൻ, 2 ദിൻ 2 ദിവസം, ഓർ 2 രാത്രി 2 രാത്രി, അതായത് 2 പകലും 2 രാത്രിയും എന്നർത്ഥം. തക്ക് ഭൂക്കേ പ്യാസേ സമയ കാട്ടേ രഹി, ഭൂക്കേ പ്യാസേ സമയ, അതായത് ഭൂക്കേ എന്ന് പറഞ്ഞാൽ വിശക്കുക, വിശന്നിട്ട്, പ്യാസേ എന്ന് പറഞ്ഞാൽ എന്താ ദാഹിച്ചിട്ട്, അങ്ങനെ വിശന്നിട്ടും ദാഹിച്ചിട്ടും സമയ കാട്ടേ രഹി, സമയം എന്റെ അങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച്. ലേക്കിൻ ജബ് പ്യാസ് ബർദശത് നഹി ഹുയി, പക്ഷേ ജബ് പ്യാസ് ദാഹം ബർദസ്ത് നഹി ഹുയി, ദാഹം ബർദസ്ത് നഹി ഹുയി, ദാഹം ശമിപ്പിച്ചില്ലെങ്കിൽ तो परेशान लोगों ने गली का दरवाजा खोल दिया, അല്ലേ? അതായത് ദാഹം ഗംഭീരമായി, അങ്ങനെ ദാഹം ഗംഭീരമായപ്പോൾ ദാഹം ശമിപ്പിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ എന്താ സംഭവിച്ചത്? ദാഹം അങ്ങനെ വല്ലാതെ മുഴുത്തപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? നുക ജനങ്ങള് പതുക്കെ പതുക്കെ, ജബ് പ്യാസ് ബർദസ്ത്, അതായത് സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാതെയപ്പോൾ, തോ പരേശാൻ ലോകോനെ, കഷ്ടപ്പെട്ട ജനങ്ങള്, ക്ഷീണിച്ച ജനങ്ങള്, അവശരായ ജനങ്ങള്, പരേശാൻ ലോകോനെ ഗലി കാ ദർവാസ, ഈ തെരുവിന്റെ ഈ വാതിൽ, അടച്ച വാതിലുണ്ടല്ലോ, കല്ലുവെച്ച വാതിൽ, ഖോൽ ദിയ, അത് തുറന്നു. വേ പാനി കി തലാശ് മേം ബർത്തൻ ലേക്കർ നിക്കൽ പടേ, അങ്ങനെ അവർ പാനി കെ തലാശ് മേം, വെള്ളത്തെ അന്വേഷിച്ച്, വെള്ളം അന്വേഷിച്ചിട്ട്, അല്ലെ? അവര് വെള്ളം അന്വേഷിച്ചിട്ട് എന്താണെന്നാ പറയണത്? വെള്ളം അന്വേഷിച്ചിട്ട് അവര് ലേക്കർ, അല്ലെ, ബർത്തൻ ലേക്കർ, കുടമെടുത്ത് നിക്കൽ പടേ അവര് പുറപ്പെട്ടു. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് കഹി നഹി ഥാ, പക്ഷേ ലേക്കിൻ പാനി, പക്ഷെ വെള്ളം, ദൂർ ദൂർ തക്ക്, ദൂരെ പോലും, കഹി നഹി ഥാ, അകലെ പോലും വെള്ളം കിട്ടാനില്ല. शोरा बारूद बनाने का काम थे आता है, उसी शोरे का पानी जब आसपास मिला तो गली वाले उस पानी को घरों में ले आए. അപ്പോ അങ്ങനെ തീരെ വെള്ളം കിട്ടാനില്ല, അങ്ങനെ തീരെ വെള്ളം കിട്ടാത്ത ഈ സാഹചര്യത്തിൽ പാനി തോ ദൂർ ദൂർ തക്ക് ഷോരാ ബാരൂദ് ബനാനെ കെ, ഷോരാ ബാരൂദ് ബനാനേക്ക്, അതായത് ഇവിടെ വെള്ളം തീരെ കിട്ടാതെ ആയപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്ത് വെടിമരുന്നുണ്ടാക്കാനായിട്ട് കുറച്ച്, അല്ലെ, വെടിക്കോപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എന്താണ് ഉപയോഗിച്ചിരുന്ന വെടിയുപ്പിന്റെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ, അല്ലെ? അവിടെ കുറച്ച് എന്താ ഈ വെടിമരുന്ന് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം, അത് വെടിയുപ്പിന്റെ വെള്ളമാണ്. അതായത് അത് ഭയങ്കര കട്ടിയുള്ള വെള്ളമാണ്, ഖനം കൂടിയിട്ടുള്ള വെള്ളം, കുടിക്കാനൊന്നും പറ്റില്ല. അത് അവിടെ ഉണ്ടായിരുന്നു. ബാരൂദ് ബനാനേക്ക കാം വേം ആത്ത, അതായത് ഈ വെടിയുപ്പ് അല്ലെങ്കിൽ വെടിമരുന്ന് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന വെള്ളം, അതിൽ നിന്ന് വരുന്ന വെള്ളം. ഉസീ ഷോരോം കാ പാനി, അങ്ങനെ അവരെന്ത് ചെയ്തു വെച്ചാൽ ആ പാനി, ആ വെള്ളം, ആ ദുർഗന്ധപൂരിതമായിട്ടുള്ള വെള്ളം, അല്ലേ, അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബരൂദ് ബനാനെ കാ കാം മേ ആത്താ ഹേ ഉസി ഷോരോം കാ പാനി ജബ് ആസ് പാസ് മിലാത്തോ, അത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയപ്പോൾ, ആസ് പാസ്, അവിടുന്ന് ഇവിടുന്നൊക്കെ തൊട്ടടുത്ത ഭാഗത്തു നിന്നൊക്കെ കിട്ടിയപ്പോൾ, ഗലി വാലെ ഉസ് പാനിക്കോ ഗരോമേം ലേ ആയി, ഈ പട്ടണവാസികള് ഈ വെള്ളത്തെ ഗരോമേ ലേ ആയി, അവര് വീട്ടിലേക്ക് അത് കൊണ്ടുവന്നു, ഈ വെടിയുപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം. വൈസേ ജഹരിയിലെ പാനി കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബുജായി. അപ്പൊ അങ്ങനെയുള്ള ആ വെള്ളം, എങ്ങനെയുള്ള വെള്ളമാണ്? ജഹരിയിലെ പാനി, ഭയങ്കര ദുർഗന്ധപൂരിതമായിട്ടുള്ള വെള്ളം, അല്ലെ? സഹരിയിലെ, അല്ലെ,
പാനി പീക്കർ ഉനോനെ പ്യാസ് ബുജായി, അവര് ദാഹം അല്ലേ, അതായത് സെഹരിയിലെ എന്ന് പറഞ്ഞാൽ ശരി എന്താണ്, വിഷമയമായ വെള്ളം, ദുർഗന്ധല്ല, എന്താണ് വിഷമയ അല്ലേ, അതായത് കുടിച്ചു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ ചത്തുപോകും, അങ്ങനത്തെ വെള്ളം അവർ കുടിച്ചു. ഉനനെ പ്യാസ് ബുജായി, അവര് ദാഹം ശമിപ്പിച്ചു. വ പാനി ഇത്തന കടുവ ഓർ ബുദ്ബുദാർ ഖാധ, ആ വെള്ളം എന്ന് പറയുന്നത് ഇത്തന കടുവ, കടുവ എന്ന് പറഞ്ഞ കയ്പ്, ഭയങ്കര കയ്പുള്ളതായിരുന്നു. ഓർ എന്താ ബദ്ബുദാർധ, പിന്നെ ഭയങ്കരമായ ദുർഗന്ധം വരുന്ന വെള്ളമായിരുന്നു. കി ലഗാ ജൈസേ പാനി നഹി മൗത്ത് പീ രഹേ ഹോ, അത്രയും കടുത്ത വെള്ളമായിരുന്നു. പക്ഷേ ആ വെള്ളം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് കഴിച്ചില്ലെങ്കിൽ മരിക്കും, പക്ഷെ അത് കഴിച്ചാലും മരിക്കും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ ലഗാത്തോ ജയ്സേ പാനി നഹി, അവര് പാനിയല്ല കുടിക്കണത്, ബദ്ബുദാർ, ബദ്ബുദാർദ, അതിന്റെ മണം അസഹനീയമായിരുന്നു. കി ലഗ, അത് മണക്കുമ്പോ എന്തുപോലെ അവർക്ക് അനുഭവപ്പെട്ടു? ജയ്സേ പാനി നഹി, വെള്ളം പോലെയല്ല, മൗത്ത് പീ രഹേ ഹോ, മൗത്ത് അല്ലെ, മരണത്തെയാണ് അവർ കുടിക്കുന്നത് എന്നാണ് അവർക്ക് തോന്നിയത്. ഓക്കെ, മനസ്സിലായ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ മനസ്സിലായ? ഒരു മിനിറ്റ് കേട്ടാ. ഏക് ദിൻ ബർസാത്ത് ഹുയി, അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ബർസാത്ത് ഹുയി. എന്താ ബർസാത്ത് എന്ന് പറഞ്ഞാൽ? മഴ അങ്ങോട്ട് പെയ്തു, മഴ അല്ലെ. ബർസാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഴ. വെള്ളം കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞ് കിടക്കുന്ന ആൾക്കാരുടെ പരിസരത്ത് മഴ പെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇതിൽ പരൊരു സന്തോഷം, ഇതിൽ പരൊരു സന്തോഷം വേറെണ്ടാ. കൂബ് പാനി ബർസ അല്ലെ, കൂബ് പാനി ബർസ, हमने एक चांदर बांध ली और एक मटका उसके नीचे रख दिया. അങ്ങനെ ഒരു ദിവസം മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ, കൂബ് പാനി, നല്ലോണം വെള്ളം പെയ്തു. हमने एक चांदर, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഏക്ക് ചാദർ, ചാദർ അല്ല ചാദർ, ഒരു പുതപ്പ്, അതായത് കട്ടിയുള്ളൊരു തുണി, ബാന്തിലി, ഞങ്ങൾ എന്ത് ചെയ്തു, 4 മൂലയിലും കയറ് കെട്ടിയിട്ട് കട്ടിയുള്ളൊരു തുണി ഞങ്ങൾ എന്ത് ചെയ്തു, മുറ്റത്ത് വലിച്ചു കെട്ടി. ഓരേക്ക് മഠ, മഡ്ക ഉസ്കെ നീച്ചെ രഖ് ദിയ, എന്നിട്ട് അതിന്റെ ചൂട്ടില് ഒരു മഡ്ക, ഒരു മൺകുടം അതിന്റെ ചൂട്ടിൽ വെച്ചു. അപ്പൊ ഈ കട്ടിയുള്ള തുണിയുമേ വെള്ളം വീഴുമ്പോ ആ വെള്ളത്തില് വല്ല പൊടിയും മണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ തുണിയുമേ പിടിക്കും. എന്നിട്ട് നല്ല വെള്ളം മാത്രം ഊറ്റിട്ട് സെന്ററായിട്ട് വരും. അതന്നെ കറക്റ്റ്, സെന്ററായിട്ട് വരും. അപ്പൊ കറക്റ്റ് വെള്ളം കുടം പെട്ടെന്ന് നിറയും. അതാണത്. വ പാനി കി ഹി ഉസ് വക്ത് ഹമാരേ ലിയേ സബ്സെ ബഡി ദൗലത്ത് ദി, ആ വെള്ളം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്. സബ്സെ ബഡി ദൗലത്ത്, ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അല്ലെ, ആഭരണം, പണം, സ്വർണം, ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്ത്. പക്ഷെ ഇതങ്ങനെയല്ല പറഞ്ഞത്. ഇതെന്താ? ഇത് എന്താ? ഈ പറയുന്ന വെള്ളം ഇങ്ങനെ വീഴുമ്പോ അത് പിടിക്കുക എന്നുള്ളത്. അസലി മുസീബത്ത്, ഇനി അസലി മുസീബത്ത്, ശരിക്കുള്ള പ്രശ്നം ഇതൊന്നുമല്ലായിരുന്നു. അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണോ അസലി മുസീബത്ത്, ശരിക്കുള്ള വിഷയം, ശരിക്കുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഏകദേശം അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ട്, ഇതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷേ അതല്ലാത്ര വലിയ ബുദ്ധിമുട്ട് ഇതാ വരുന്നു. അസലി മുസീബത്ത് 5 അക്ടോബർ 1857 को आई. യഥാർത്ഥ ബുദ്ധിമുട്ട് 1857 ഒക്ടോബർ 5-ാം തീയതിയാണ് ഉണ്ടായത്. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഗർമേ ഗൂസ് ആയി. എന്താണ് പ്രശ്നം? ജബ് കുച്ച് അംഗ്രേസ്, കുറച്ച് വെള്ളക്കാര്, മേരെ ഗർമേം, എൻ്റെ വീട്ടിൽ, ഗൂസ് ആയി, അവര് ഇങ്ങോട്ട് കയറി വന്നു. ഇങ്ങോട്ട് അതിക്രമിച്ച് കയറി വരിക എന്ന് പറയുന്നത്, ചോദിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു വരിക, അതാണ് ഗൂസ് ആയി. ഉനാനേം मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. അവര് വന്നിട്ട് വെറുതെ വരികയല്ല, വെറുതെ പോവല്ല. അവരെന്താ ചെയ്യണത്? മേരേ സാത്ത്, എൻ്റെ കൂടെ, ഉനോനെയും, അവർ, മേരേ സാത്ത്, എൻ്റെ ഒപ്പം,
മേരെ ദോനോ ബെച്ചോ, എൻ്റെ 2 കുട്ടികൾ, ഓർ നൗക്കരോ, അതുപോലെ എന്താണ് വേലക്കാര്, പണിക്ക് നിൽക്കുന്ന ആൾക്കാർ, കെ സാത്ത് ഹി കുച്ചു പടോസിയോം ഖോബി. അപ്പൊ എന്നെ പിടിച്ചു, എൻ്റെ 2 കുട്ടികളെ പിടിച്ചു, പിന്നെയോ നൗക്കരോ, എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരെ പിടിച്ചു. കഴിഞ്ഞില്ല, സാത്ത് ഹി കുച്ചു പടോസിയോം കോബി, കുറച്ച് അയലോക്കക്കാരെ കൂടി, കോബി ഗിരഫ്താർ കർലിയ, എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. പിടിച്ചുകൊണ്ടുപോയി, അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി. കിയെ ഗേ ലോഗ് ഏക് ഏക് കർക്കെ ഉസ്കെ സാമനെ പേശ് കിയെ ജാ രഹേ ഥേ. അങ്ങനെ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ലോഗ് ഏക് ഏക് കർ, ഏക് ഏക് കർ, ഓരോരുത്തരായിട്ട്, ഉസ്കെ സാമനെ, അവരുടെ മുൻപിൽ, പേശ് കിയെ ജാ രഹേ ഥേ, അവരുടെ മുൻപിൽ ഇങ്ങനെ സംസാരിക്കാൻ പോവാ. ഓരോരുത്തർ, അതായത് അറസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരോരോരുത്തർ. അപ്പൊ അതിന് മുൻപ് ഒരു വാചകം കൂടി ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ഒരു വാചകം വിട്ടത്. വഹാം സേ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം ഏക് അംഗ്രേസ് അഫ്സർ, അത് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഞങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയത് എവിടേക്കാ? വഹാം സേ കുച്ച് ദൂരി പർ, അവിടെ നിന്ന് കുറച്ച് ദൂരെയായി, കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ, ആളുടെ പേരെന്താ? കേണൽ എന്ന് വെച്ചാൽ പട്ടാളക്കാരനാണ്, ബ്രൗൺ എന്നാണ് ആളുടെ പേര്. ഏക് അംഗ്രേസ് അഫ്സർ, അദ്ദേഹം ആരാണ്? ഒരു അംഗ്രേസ് അഫ്സർ, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഓഫീസറാണ് ഇദ്ദേഹം. അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഗിരഫ്താർ കിയെ ഗയെ ലോഗ് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേശ് കിയെ ജാ രഹേ ഥേ, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാര് ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുപോയി. ബ്രൗൺ കാ ചെഹ്റ സൂർഖ് था, आंखें भी लाल लाल थी, उसकी ऊंचाई 6 फुट से भी ज्यादा थी, उसने मुझसे पूछा आप क्या करते हैं. അപ്പൊ ബ്രൗണിനെ കുറിച്ചിട്ടാ പറഞ്ഞത്. ബ്രൗണിനെ വിശേഷിപ്പിച്ച് നോക്കൂ. ബ്രൗൺ എങ്ങനെയുള്ള ആളാ? ബ്രൗൺ കാ ചെഹര, ബ്രൗണിന്റെ മുഖം. ബ്രൗൺ കാ ചെഹര, ചെഹര എന്ന് പറഞ്ഞാൽ എന്താ? മുഖം. എന്താണ് ചെഹര എന്ന് പറഞ്ഞാൽ? മുഖം. അത് എങ്ങനെയുള്ളതായിരുന്നു മുഖം? സൂർഖത. അവന്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? സൂർക്ക്, ചുവന്ന് ഉള്ള മുഖമായിരുന്നു. ആഖേബി ലാൽ ലാൽ തി, കണ്ണുകളാണെങ്കിലോ അതിനേക്കാൾ കട്ട ചുവപ്പ്. ലാൽ ലാൽ തി, ലാൽ എന്ന് പറഞ്ഞാൽ കട്ട് നല്ല ചുവപ്പാണ്, ശരിക്കുള്ള ചുവപ്പ്. മറ്റതൊരു ഇളം ചുവപ്പ്. ഉസ്കി ഊഞ്ചായി ചഹ് ഫൂട്ട് സേ ബി ജ്യാദാ തി, ഉസ്കി ഊഞ്ചായി, അയാളുടെ ഉയരം. ഉയരം എങ്ങനെയാ? ഊഞ്ചായി എന്ന് പറഞ്ഞ ഉയരം. ചഹ് ഫൂട്ട് സേ ബി, ചഹ് ഫൂട്ട് സേ ജൂട്ട് സേ ബി, ഫൂട്ട് സേ ബി. ച എന്ന് പറഞ്ഞാൽ 6 അടിയേക്കാൾ, ഫൂട്ട് സേ ബി ജ്യാദാ തി, 6 അടിയേക്കാൾ ഉയരമുണ്ട് അയാൾക്ക്. ഉസ്നെ മുജ്സേ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആപ് ക്യാ കർത്തേ, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. മേനെ കഹ, ഞാൻ പറഞ്ഞു, ഉറുദുമേം കവിത ലിഖ്താഹൂ, ഞാൻ എന്താ ചെയ്യണത്? അങ്ങനെയൊന്നുമില്ല. ഉറുദുമേം കവിത ലിഖ്താഹൂ, ഞാൻ ഉറുദുവില് കവിത എഴുതുന്ന ആളാണ്. തോ തും പോയറ്റ് ഹോ, ഉസ്നെ കഹ. അപ്പൊ അദ്ദേഹം ഉടനെ ചോദിച്ചു, ഓ അപ്പോ താൻ പോയറ്റ് ആണല്ലേ? പോയറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? കവി. മേനെ സിർ ഹിലാക്കർ ഹാമി ബരി, ഹാം അല്ലേ, ഞാനതെ. എന്താണ്? സിർ മിലാക്കർ, തലയാട്ടിക്കൊണ്ട്, ഹാമി ബരി അല്ലെ, ഞാൻ സമ്മതം, അതായത് ശരിയാണെന്ന് പറഞ്ഞു. ഹാം. മേരെ ജവാബ് സേ ബ്രൗൺ കോ ഖുശി ഹുയി, ഉസ്നെ അപ്പനെ സിപാഹിയോം കോ ഹുക്കും ദിയ, ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ജാവോ. എന്താ പറയണത്? മേരെ ജവാബ് കോ, എൻ്റെ ഉത്തരം കേട്ടപ്പോൾ, ബ്രൗൺ കോ ഖുശി ഹുയി, ബ്രൗണിന് വളരെ സന്തോഷമായി. ഉസ്നെ, അദ്ദേഹം, അപ്പനെ സിപാഹിയോം കോ ഹുക്കും ദിയ, അദ്ദേഹം തൻ്റെ പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തു. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ജാവോ ആവും. ഇദ്ദേഹത്തിന് ഇസ്സത്ത് കെ സാത്ത്, വളരെ ബഹുമാനത്തോടെ, സാത്ത് ഘർ വാപ്പസ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകൂ, തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കൂ എന്ന് പറഞ്ഞു.
അല്ലെ? ആരോട് പറഞ്ഞു? അദ്ദേഹത്തിന്റെ അനുയായികളോട്. അതായത് ആരാ പറഞ്ഞതാരാ? പറയൂ, ആരാ പറഞ്ഞത്? ब्राउन, मिस्टर ब्राउन। मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं। ഞാൻ കേണൽ ബ്രൗണിന്റെ അടുത്ത് നിവേദൻ കിയ, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ, എൻ്റെ അടുത്ത് ഗിരഫ്താർ, എൻ്റെ ഒപ്പം, സാത്ത് എൻ്റെ ഒപ്പം, ഗിരഫ്താർ കിയേ ഗയേ എൻ്റെ ഒപ്പം എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട പടോസി, എൻ്റെ അയലോകക്കാരുണ്ടല്ലോ, ബെഹത് സീതേ സാദേ ലോഗ് ഹേ, അവർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഉനേബീസ് റിഹാ കർ ദിയാ ജായേ, അവരെ കൂടി എന്ത് ചെയ്യുന്നു? റിഹാ കർ ദിയാ ജായേ, റിഹാ കർ ദിയാ ജായേ, അവരെ കൂടി വെറുതെ വിടൂ എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് അതും പോരാണ്ടേ ഞാൻ പറഞ്ഞു, ഏ ലോഗ് ബി കവിത കർത്തേ ഹേ, മേനെ കഹ, ഇവരെങ്ങനെയുള്ള ആൾക്കാരാ? കവിത കർത്തേ ഹേ, ഇവരും കവിത എഴുതുന്നവരാണ്. കേണലിനെയും ഉൻകെ ബി ഘർ ജാനെ കി ഇജാസത്ത് ദേ ദി, കേണൽ അപ്പൊ എന്ത് ചെയ്തു? ഉൻകോ ബി, അവർക്ക് കൂടി, ഘർ ജാനെ കി ഇജാസത്ത്, വീട്ടിലേക്ക് പോകാനുള്ള ഇജാസത്ത് എന്ന് വെച്ചാൽ അനുമതി നൽകി. इस तरह कविता के कारण उस रोज करीब 50 आदमियों की जानें बच गई. അങ്ങനെ इस तरह कविता के कारण, കവിത എഴുതുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, കവിതയുടെ കാരണം കൊണ്ട്, ഉസ് റോസ് ഖരീബ് 50, ആ റോസ് ഖരീബ് 50, ആ എത്രയാ? 50ഓളം ആത്മീയോം കോക്കി, ആ ആളുകളെ ജാനെ ബച്ച് ഗയി, അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ രാവിലെ മറ്റവർക്ക് എടുത്തു കൊടുത്തത്. ഇത് നിങ്ങൾ അസലായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ലീവ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഗുഡ് ബൈ. ഓക്കെ.